അല്ല രണ്ട് കൈ കാണിച്ചേ. ഇതുപോലെ ഇവിടെ വന്നിട്ട് തിരിഞ്ഞു തന്നോ. ഇവിടെ ഉണ്ടല്ലോ കൈ കൈ ഇവിടെ ഉണ്ടല്ലോ. ഈ ചുറ്റിലും കുറേ കളങ്ങളൊക്കെ കാണാനുണ്ട്. അത് മേടം എന്നൊക്കെ പറയുന്ന രാശികളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ സ്ഥാനങ്ങളിലായിട്ട് സൂര്യനും ചന്ദ്രൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നടുക്ക് ദക്ഷിണാമൂർത്തിയാണ് എന്ന് വെച്ചാൽ ശിവനാണ്. അപ്പോൾ നമശിവായ 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 പറഞ്ഞു. നമ്മളിത് അവിടെ ഒരു വിളക്കും ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടില്ലേ, അവിടെ ഇതാ ഗുരുഭ്യോ നമാന്നുണ്ട്. ഗണപതേ നമ. ആദ്യം ഇട്ട് സരസ്വതി നമ. ആ വെള്ളത്തിൻ്റെ താഴത്തേക്ക് മഹാലക്ഷ്മി നമ. ഇവിടെ ശിവായ ശ്രീ ദക്ഷിണാമൂർത്തയേ നമ. ശ്രീ ദ്വാദശ രാശിഭ്യോ നമ. രാശിഭ്യോ നമ. ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. സർവഗ്രഹേഭ്യോ നമ. മുഴുവൻ തട്ടി കയ്യിൽ മുഴുവൻ തട്ടി എന്ത് നമശിവായ ജപിച്ചു നിന്നോളൂ. ഇപ്പോൾ പറഞ്ഞു തരൂ കേട്ടോ. അവിടെ തന്നെ നമശിവായ ജപിച്ചു നിന്നോളൂ. നമശിവായ 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 നമശിവായ. കൂടിയിട്ട് ഞാൻ കയ്യിലേക്ക് തരാൻ പോകുന്നു. കളയരുത് കേട്ടോ.
എന്നിട്ട് നമശിവായ നമശിവായ ഇട്ടുകൊണ്ട് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരും. ഇങ്ങോട്ട് പോകും. ശിവായ 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 ആയോ? ഓക്കെ, ഈ നടുക്കല്ലാണ്ട് ചുറ്റിനും കുറെ കളങ്ങൾ കാണാനില്ലേ? നമുക്ക് ഒന്ന് എണ്ണി നോക്കുക. ഇവിടെ മുതൽ എണ്ണിക്കോളൂ. എന്താ പേരെന്താ? അതിനകത്ത് ഇവിടെ മുതൽ എണ്ണ 1 എണ്ണിക്കോളൂ. 2 12 കളമുണ്ട്. എനിക്ക് കുറച്ച് നേരം നമശിവായൊക്കെ ജപിക്കാനുണ്ട്. നമശിവായൊക്കെ ജപിച്ചവിടെ ഇരിക്കും. എല്ലാം കഴിയുമ്പോൾ ഞാൻ ആദിനാഥിനോട് വയ്ക്കാം എന്ന് പറയും. വയ്ക്കാമെന്ന് പറയുന്ന സമയത്ത് ആദിനാഥ് ഈ 12 കളങ്ങൾ എണ്ണിയതിൽ ഏതെങ്കിലും ഒരു കളത്തിൽ കൊണ്ടുപോയി ഈ കയ്യിൽ തന്നിട്ടുള്ള നെല്ല്, അരി, പൂവ്, സ്വർണം എല്ലാം കൂടിയിട്ട് ഏതെങ്കിലും ഒരു കളത്തിൽ കൊണ്ടുപോയി പതുക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് കയ്യിലേക്ക് നോക്കണം. ചിലപ്പോൾ ഈ വെള്ളമെല്ലാം കൊണ്ട് നെല്ലൂരിയൊക്കെ കയ്യിൽ പറ്റി പിടിക്കും. അപ്പോൾ എല്ലാം അതിലേക്ക് ഇങ്ങനെ തത്തിനേക്ക് ഇട്ടിട്ട് ഇവിടെ തന്നെ വന്ന് നിൽക്കണം. ഒന്നുകൂടി പറയാൻ എനിക്ക് കുറച്ച് നേരം നമശിവായൊക്കെ ജപിക്കാണ്ട് നമശിവായൊക്കെ ജപിച്ചവിടെ ഇരിക്കും. എല്ലാം കഴിയുമ്പോൾ ഞാൻ വയ്ക്കാമെന്ന് പറയുന്ന സമയത്ത് ആദിനാഥ് ഈ കയ്യിൽ തന്നിട്ടുള്ള നെല്ല്, അരി, പൂവ്, സ്വർണം എല്ലാം കൂടിയിട്ട് ഏതെങ്കിലും ഒരു കളത്തിൽ കൊണ്ടുപോയി പതുക്കെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് എല്ലാം അതിലേക്ക് ഇങ്ങനെ തത്തി നീക്കിയിട്ടിട്ട് ഇവിടെ തന്നെ ഒന്ന് നിൽക്കണം. അതുവരെ നമശിവായ ജപിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ വയ്ക്കാവുള്ളൂ. നമ്മൾ ഈ 12 കളങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഈ 12 കളങ്ങൾ എണ്ണിയതിൽ ഏതെങ്കിലും ഒരു കളത്തിൽ വെച്ചാൽ മതി. നടുക്ക് വയ്ക്കരുത്, വരയിൽ വയ്ക്കരുത്, പുറത്ത് വയ്ക്കരുത്. ഈ 12 കളങ്ങളിൽ ഏതെങ്കിലും ഒരു കളത്തിലേ വയ്ക്കാവുള്ളൂ. അതുവരെ നമശിവായ ജപിച്ച് നിൽക്കണം. ഇപ്പം ആലോചിച്ച് നിൽക്കേണ്ട ഏത് കളത്തിലാണ് വയ്ക്കണേന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ തോന്നുന്നൊരു കളത്തിൽ വെച്ചാൽ മതി. അതുവരെ നമശിവായ ജപിച്ച് നിൽക്കുക കേട്ടോ. വേറെ ആരും കുട്ടിയോടൊന്നും നിർദ്ദേശിക്കുകയും ചെയ്യരുത് കേട്ടോ. കേട്ടോ. ഇവിടെ ഈ ദേശത്തിന്റെ പേരെന്താ? ചവറ തോട്ടിന് വടക്ക്. തോട്ടിന് വടക്ക്. തോട്ടിന് വടക്ക്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാം.